നമസ്കാരം. മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയും, മാറി നിൽക്ക് അങ്ങോട്ടെന്ന് പറയും. നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ എന്ന് പറയും. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ ചാനൽ റൂമുകളിൽ നിന്ന് ചാനൽ സ്റ്റുഡിയോകളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. വിളിക്കുകയൊന്നും വേണ്ട, നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർ വിളിച്ച് ഇങ്ങോട്ട് പറയുകയാണ് CM-ന് ഒരു അഭിമുഖം തരാനുണ്ട്, അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ അഭിമുഖം. മനോരമ ന്യൂസിന് കൊടുത്തു, അതുപോലെ തന്നെ ബിഗ് ടിവിക്ക് കൊടുത്തു. അങ്ങനെ നിരവധി ചാനലുകൾ ഇപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മുഖ്യമന്ത്രിയുമായുള്ള സംവാദം നടക്കും. അപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാധ്യമങ്ങളെ വേണം, മാധ്യമ പ്രവർത്തകരെ വേണം, സ്വന്തം PR വർക്ക് വിളിച്ചു പറയണം, സ്വന്തം PR വർക്കിനെ കുറിച്ച് വിശദീകരിക്കണം, കൃത്യമായി ചോദ്യങ്ങൾ. ഇപ്പം മറ്റു മാധ്യമങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഈ ജോണി ലൂക്കോസ് ഒക്കെ ചോദ്യങ്ങൾ എഴുതി കൊടുത്തത് ചോദിക്കുകയായിരുന്നു എന്നും നമുക്കറിയില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നാലും അതിനകത്ത് ഒരു ചെറിയ തോതിലുള്ള PR വർക്കും ചെറിയ തോതിലുള്ള ഡിസ്കഷനും ഉണ്ടായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും മാധ്യമങ്ങൾ വേണം എന്ന് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല ആ ശരീരഭാഷയും ചിരിയുമൊക്കെ ഒന്ന് തിരികെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് 2016 അദ്ദേഹം അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ, അന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളുമായിരുന്നു, ലഡ്ഡു വിതരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചിരി ഉണ്ടായിരുന്നു മാധ്യമങ്ങളോട്. ആദ്യമായി മുഖ്യമന്ത്രി ആയതിന്റെ ആ സന്തോഷം, ആ ചിരി ഏതാണ്ട് ഇപ്പോൾ ഈ സമയത്ത് തിരിച്ചു വന്നിരിക്കുന്നു. ഇത്രയും കാലം ഈ 2 ടേണുകളായി 10 വർഷത്തോളം ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുത്തു എന്ന് ജനങ്ങൾ തന്നെ പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ ചിരി മടങ്ങി വന്നിരിക്കുന്നു. എന്തായാലും സന്തോഷം. ചിരിയോടുകൂടി തന്നെ 3ാം പിണറായി സർക്കാരിലേക്ക് എത്താൻ സാധിക്കട്ടെ LDF-ന്, CPM-ന് എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആ ചിരി എന്നും ഉണ്ടാകട്ടെ. ചിരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. മറ്റ് അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും പാർട്ടിക്കാരുടെ പ്രീണനവും പാർട്ടിക്കകത്തെ ആളുകളെ വെട്ടിനിരത്തലും കുത്തിനിരത്തലും ഒക്കെ തന്നെ മറന്നുകൊണ്ടുള്ള വളരെ സന്തോഷകരമായ ആ ഒരു ചിരി എന്നും അങ്ങയുടെ മുഖത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുക കൂടെ ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴെങ്കിലും മാധ്യമങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് എത്താൻ അങ്ങേക്ക് സാധിച്ചു എന്നതിന് അങ്ങയോട് നന്ദിയുണ്ട്, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാകട്ടെ എന്നുകൂടി ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.